എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പോഴാണ് എനിക്ക് 10-ലധികം ആൾക്കാർ അയച്ചു തന്ന ഒരു വീഡിയോ കാണാൻ ഇടയായത്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് രണ്ട് പറയാം. വാവുമായിട്ടാ ആ കുട്ടി അവളുടെ പ്രായം നോക്കൂ, അവളുടെ ഒരു ക്യാരക്ടർ, ഇതൊക്കെ സ്വന്തം കണ്ണാടിയെ നോക്കിയിട്ട് ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വല്ലപ്പോഴൊക്കെ റെക്കോർഡ് ചെയ്ത് കുട്ടി ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ ജാസി അവരെ കുറിച്ച് ജാനു മോശം പറഞ്ഞു, അങ്ങനെ ഒരു വേർഡ് സംസാരിച്ചു. ജാനുവിനെ വിളിച്ച് അവൾക്ക് ചോദിക്കാം, യു ആർ എ ഫേമസ് സെലിബ്രിറ്റി ആർട്ടിസ്റ്റ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ആരും അറിയാത്തൊരു വ്യക്തിയല്ല, അതിന്റെ ബിഗ് ബോസ് സെലിബ്രിറ്റി ആണ്. ഒരു പൂച്ചക്കുഞ്ഞും അറിയാത്ത ആളല്ല ജാനു എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഹെലനെ വിളിച്ച് ചോദിക്കാം, എന്താണ് എന്നെ കുറിച്ച് അങ്ങനെ പറയാനൊരു കാര്യം. ഇവർക്ക് ഇങ്ങനൊരു വീഡിയോ ഇടുന്നതിന് മുൻപ് ഉറപ്പായിട്ടും വിളിച്ച് ചോദിക്കാം. കാരണം ജാനുവിന് ഹെലനുമായിട്ട് ഒരു ബന്ധവും ഇല്ല, നിങ്ങൾ തമ്മിൽ വഴക്കില്ല, നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല, ഒരു കണക്ഷനും ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വാക്ക് ജാനുവിൽ നിന്ന് കേട്ടാൽ ഉറപ്പായിട്ടും ഹെലൻ ഒരു മര്യാദ പുറത്ത് വിളിച്ചു ചോദിക്കാം. ഹെലൻ എന്താണ് അവിടെ ചെയ്തത്? ഒരു പെൺകുട്ടി, അവളുടെ പ്രായം നോക്കുക, അവളുടെ മുഖത്ത് നിന്ന് അവൾ ഇത്രയും തെറി പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പണ്ടും ടിക്ടോക്കിൽ ഇങ്ങനെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ഹെലൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ഞാനൊരു ചാനൽ തുടങ്ങുമ്പോൾ 2 എണ്ണം പറയണമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. എന്നെ ഒന്നും പറയാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇങ്ങനെ ആയിരിക്കത്തില്ല ഞാൻ പ്രതികരിക്കുക. ഞാൻ വിളിക്കത്തൊന്നുമില്ല അവളെ നമ്പർ എടുത്ത്. സീരിയസ്ലി എനിക്ക് ഹെലൻ എന്ന് പറഞ്ഞ കുട്ടിയോട് ഒരു ഇവളെ കാണാൻ നല്ല സുന്ദരി കുട്ടിയാണ്, നല്ല മിടുക്കി കുട്ടിയാണ്. എന്തിനാണ് അവൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് തെറി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വൈ? ജാനു കാണിക്കുന്ന ഒരു കൾച്ചർ. ജാനു വിളിച്ചു, അവരോട് സോറി പറഞ്ഞു, നിങ്ങൾ തെറ്റിദ്ധാരണ, ആ ഒരു കൾച്ചർ അതുപോലെ ആ കുട്ടി കാണിച്ചില്ലെന്ന് സത്യത്തിൽ എനിക്ക് വിഷമം തോന്നി. അവൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഈ ചാനൽ തുറന്നു വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? മിസ് ഷാരിക എന്ന് പറയുന്ന ആളോടാണ് എനിക്ക് പറയാനുള്ളത്. ഒരാളെ ഇന്റർവ്യൂവിന് വിളിച്ചിരുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഞാനിട്ട 2 വീഡിയോയും ജാൻബെലിനെ കുറിച്ച് ഞാനിട്ട 2 വീഡിയോയും കണ്ടിട്ട് വേണം നിങ്ങൾ ഇമ്മാതിരി ഡയലോഗ് അടിക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. നിങ്ങൾ എന്നെ ഞാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഐ നോ ദാറ്റ്. ഓക്കെ, എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണെന്നുള്ളത്. ഇനി ആര് പറഞ്ഞിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ ഭയങ്കര സെൽഫ് ഒബ്സെസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പിന്നെ നിങ്ങൾ ഈ ഇന്റർവ്യൂവിൽ ഇരുന്ന് അപ്പുറത്ത് നിന്ന് കിണ്ണാന്ന് കിണിക്കുന്നുണ്ടല്ലോ ജാൻബെല്ലേ. നിങ്ങളെ വായിൽ എന്താ അപ്പമാണോ തിരികെ ഇട്ടിരിക്കുന്നത്? എന്താണ് ഏതാണെന്ന് പറയാനൊന്നും പറ്റുന്നില്ലേ? ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഷാരിക എന്ന് പറയുന്ന വ്യക്തി എന്റെ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല, നിങ്ങളെയും എനിക്ക് പേഴ്സണലി അറിയില്ല. ഈ ജാൻമണി ഫേമസ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നൊന്നും എനിക്കറിയില്ല. സീരിയസ്ലി ഗൈസ്, ഞാൻ ഇവരെ എന്റെ വീട്ടിൽ പറഞ്ഞിട്ട് ആ ബിഗ് ബോസിൽ വന്ന സമയത്ത് നോറയെ എങ്ങനെ ശപിക്കുന്ന സമയത്താണ് ഞാൻ തന്നെ നോട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ഇവര് പിന്നെ ഈ ജാൻബെൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ സോ കോൾഡ് ഫേമസ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നൊന്നും എനിക്ക് പേഴ്സണലി അറിയില്ലായിരുന്നു. ഐ എം വെരി സോറി ടു സേ ദിസ്. ചിലപ്പോൾ എന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. എല്ലാവരും എന്നെ അറിഞ്ഞിരിക്കണം എന്ന് വാശി പിടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ നിങ്ങൾ തന്നെ ഷാരിക എന്ന് പറയുന്ന മിസ് ഷാരിക എന്ന് പറയുന്ന വ്യക്തി എന്നെ പറഞ്ഞു, പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ എന്നെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഹെല്ലോസ് പട്ട എന്ന് പറയുന്ന വ്യക്തിനെ വിളിക്കാനൊന്നും നിൽക്കില്ല, അപ്പൊ തന്നെ 4 പറഞ്ഞേനെ എന്നുള്ളത്. ഞാൻ 4 പറഞ്ഞിട്ടൊന്നുമില്ല ഈ ജാൻബെല്ലിനെ. അങ്ങനെ ഒരു സംഭവം ഞാൻ മിസ് ഷാരികയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മിസ് ഷാരികയെ കുറിച്ചിട്ട് നിങ്ങളാണ് ഹെല്ലോസ് പാർട്ടിയുടെ സ്ഥാനത്ത് നിന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് അറിയില്ല ഈ പറഞ്ഞ ജാൻബെല്ലിനെ ഒരു ആ ഓൺലൈൻ മീഡിയ വന്ന് ചോദിക്കുകയാണ്, പിന്നെ ജാൻബെൽ എന്താണ് മിസ് ഷാരികയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. അപ്പോ പിന്നെ ജാൻബെല്ല് പറയാണ്, ഷാരികയോ കഴപ്പ്, അവക്ക് കടി എന്ന് പറയുകയാണെന്ന് വിചാരിച്ചോ. ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്താ ചെയ്യാ, അപ്പൊ തന്നെ ഗൂഗിൾ ചെയ്യും ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ക്യാൻ ഐ ഗെറ്റ് ദ കോണ്ടാക്ട് നമ്പർ ഓഫ് ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻബെൽ എന്നടിച്ചിട്ട് പിന്നെ കോണ്ടാക്ട് നമ്പർ ഒക്കെ തപ്പിയിട്ട് ഹലോ ജാൻബെൽ, ഞാൻ ഷാരികയാണ് സംസാരിക്കുന്നത്, എന്താണ് എനിക്ക് കടിയാണെന്ന് പറഞ്ഞത്, എന്താണ് എനിക്ക് കഴപ്പാണെന്ന് പറഞ്ഞത്, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എന്ന് വിളിച്ചു പറയാൻ നിൽക്കുവോ? നിങ്ങൾ തന്നെ പറഞ്ഞു അങ്ങനെ ചെയ്യില്ല. ഞാൻ പിന്നെ ഉണ്ടല്ലോ, ഒന്നാമത് എനിക്ക് തിരക്കായിരുന്നു. അല്ലാത്ത പക്ഷെ ഞാൻ 100% വെട്ടി ഇളകി പാടി അങ്ങ് കൊടുത്തേനെ. തിരക്ക് കഴിഞ്ഞ് രാവിലെയാണ് എന്നെ ഇവർ വിളിക്കുന്നത്, ഈ ജാൻബെൽ എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിക്കുന്നത്. ആ ഒരു വീഡിയോ പറയുന്ന പിന്നെ അവർക്ക് കേട്ടിട്ടില്ല, എന്റെ പേര് കേട്ടിട്ടില്ല, ഇവർ സംസാരിച്ചത് വേറൊരാളെ കുറിച്ചാണ് എന്ന് ഞാൻ അറിയുന്നത്, അല്ലെങ്കിൽ അവരറിയുന്നത് രാവിലെയാണ്. അങ്ങനെയാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. ഒരുപാട് പേരോട് നമ്പർ തപ്പി. ഞാൻ പറയട്ടെ, എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല മിസ് ഷാരിക. ഞാനല്ല ജാൻബെല്ലിന് കടിയാണ് കഴപ്പാണ് പിന്നെ മുട്ടി നിൽക്കുകയാണ് മുരിക്ക് കയറി ഒരക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ ഇവരെ നമ്പർ തപ്പി പിടിച്ച് അങ്ങോട്ട് വിളിക്കണമെന്നോ? അതാണോ മര്യാദ എന്ന് പറയുന്നത്? അതിനാണോ നിങ്ങൾ മര്യാദ എന്ന് വിളിക്കുന്നത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എന്നെ കുറിച്ച് ഒരാള് എനിക്ക് കഴപ്പാണ് കടിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വ്യക്തിന്റെ നമ്പർ തപ്പി പിടിച്ച് അങ്ങോട്ട് വിളിക്കണം പോലും, അതാണ് പോലും കൾച്ചർ.
എന്നെ അത് പഠിപ്പിച്ചിട്ടില്ല. എക്സ്ക്യൂസ് മീ, എന്നെ അത് പഠിപ്പിച്ചിട്ടേ ഇല്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ആദ്യം ഇട്ട വീഡിയോയിൽ ഞാൻ വളരെ റെസ്പെക്ട്ഫുള്ളിലാണ് ജാൻബെലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നെ വിളിച്ചിരുന്നു, എന്നെ വിളിച്ചിട്ട് സംസാരിച്ചിരുന്നു, ഞങ്ങളത് അവിടെ ക്ലിയർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതവിടെ തീർന്ന വിഷയമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻബെൽ എന്ത് ചെയ്തു? ഓൺലൈൻ മീഡിയാസ് മൈക്കും കൊണ്ടുപോയ സമയത്ത് പറഞ്ഞു, ನಾನು മാപ്പ് പറഞ്ഞിട്ടില്ല, ഞാൻ ആരോട് മാപ്പ് പറയുന്നു, ഞാൻ മാപ്പ് പറഞ്ഞിട്ടില്ല, ആ കുട്ടിനോട് ചോദിക്കോ ആര് സാർ പറഞ്ഞു, ജാൻബെലിന് സാർ പറയേണ്ട ആവശ്യമില്ല, ഞാൻ ബിസിനസ് ക്ലാസ്സിലാണ് ഫ്ലൈ ചെയ്യുന്നത്, ആ ഫ്ലൈ ചെയ്യുന്നതിൽ എനിക്ക് മാപ്പ് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ രണ്ടാമതൊരു വീഡിയോ ഇടേണ്ടി വന്നത്. കാരണം നിങ്ങൾ ഈ പറഞ്ഞല്ലോ ഞാൻ വീഡിയോ ഇടുന്നത് പൈസക്ക് വേണ്ടി മാത്രമാണെന്ന്. അല്ല, എന്നെ വളരെ ജെന്യൂൻ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എന്നെ ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരിൽ കുറച്ച് ആൾക്കാർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ഇതെന്താണ് എന്ന് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഫുള്ള് ഒരു 2 മിനിറ്റോളം നീളുന്ന കോൾ റെക്കോർഡ് എനിക്ക് വെക്കേണ്ടി വന്നത്. അതിൽ വളരെ കൃത്യമായിട്ട് ഈ ജാൻബെൽ എന്റെ അടുത്ത് സോറി പറയുന്നുണ്ട്. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഓൺലൈൻ മീഡിയയോട് പോയി പറഞ്ഞത്? ഞാൻ കള്ളത്തരം പറഞ്ഞതാണ്, എന്നോട് അവർ സോറിയെ പറഞ്ഞിട്ടില്ല എന്ന്. അത് ശാരിക എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല? അവര് കള്ളം പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടില്ല? അതിൽ മര്യാദ കേടൊന്നുമില്ല. പിന്നെ ആദ്യത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ഈ പറയുന്ന എൽനോസ് പാർട്ടിയെ കുറിച്ച് ഒന്നും പറയാനോ വിവരിക്കാനോ പോകുന്നില്ല, കാരണം ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. ഞാനും അങ്ങനെ തന്നെയാണ് ചേച്ചി, ഞാനും അങ്ങനെ തന്നെയാണ്. ഞാനുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാത്ത ആൾക്കാരെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒന്നും പറയാറുമില്ല, ചീത്ത വിളിക്കാറുമില്ല, ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ എന്തെങ്കിലും പറഞ്ഞു ചൊറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാന്തി കടിച്ച് കീറി വിട്ടിട്ടുള്ള ശീലം എനിക്കുള്ളൂ. അനാവശ്യമായിട്ട് അതിപ്പോ ജാൻബെല്ലിനെ ആവട്ടെ ഏതൊരു വ്യക്തിനെ ആവട്ടെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ചൊറിയാറില്ല. ഇങ്ങോട്ട് വന്നാൽ നിങ്ങളെ പോലെ തന്നെയാണ്. മിസ് ഷാരിക എന്ന് പറയുന്ന ആ ചേച്ചിനോടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ പോലെ തന്നെയാണ്. ഇങ്ങോട്ട് വന്നിട്ട് എന്റത് കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്തസ്സായി തന്നെ കൊടുത്തിരിക്കും. അതിലെനിക്ക് ഒരു കൾച്ചർ ഇതാവേണ്ട ആവശ്യം. ഞാൻ മിണ്ടാണ്ടിരുന്നാലാണ് എന്റെ കൾച്ചറിനെ അല്ലെങ്കിൽ എന്നെ വളർത്തിയ രീതിനെ അത് ബാധിക്കുന്നത്. എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് പണ്ടും അങ്ങനെ തന്നെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അനാവശ്യമായിട്ട് ഒരാളുടെ വായിരിക്കുന്ന കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ആരെയും അങ്ങോട്ട് പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യാറില്ല. ഞാനായി എന്റെ കാര്യങ്ങളായി എന്റെ വീഡിയോസായി എന്റെ സന്തോഷങ്ങളായി എന്റെ ഫാമിലിയായി വെച്ച് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ പോകുന്ന എന്നെ അനാവശ്യമായിട്ട് പല കോൺട്രവേഴ്സിയിലും വലിച്ചിട്ടിട്ട് ഞാൻ അവിടെ കള്ളം പറഞ്ഞു, ഞാൻ അവിടെ ഇതാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തെളിവ് സഹിതമാണ് ചേച്ചി ഇട്ടത്. ശാരിക ചേച്ചി അത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചേച്ചി വളരെ കൃത്യമായിട്ട് ഞാൻ ജാൻബെലിനെ കുറിച്ചിട്ട 2 വീഡിയോയും വളരെ വ്യക്തമായിട്ട് കണ്ടിട്ട് വേണം ഇത്രയും വലിയ രീതിയിൽ പ്രസംഗിക്കാൻ വേണ്ടിട്ട്. മനസ്സിലായില്ല? അല്ലാണ്ട് വെറുതെ വന്നിരുന്ന് പറയലല്ലേ ചേച്ചി. എന്തുകൊണ്ട് എൽനോസ് പാർട്ടി അങ്ങനെ പറഞ്ഞു? നിങ്ങൾ എന്തിനാണ് എന്നോട് 2 പറയണമെന്ന് വിചാരിച്ചത്? ഞാൻ ചീത്ത വിളിക്കുന്നതിനോ? നിങ്ങളാണെന്നുണ്ടെങ്കിൽ കൈകൊട്ടി. ഞാൻ പറയട്ടെ, ഇതുവരെയും ഞാൻ ചീത്ത വിളിച്ചിട്ടുള്ളത് എന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുള്ള ആൾക്കാരെയാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നേ? നിങ്ങളോട് ഒരാൾ വന്നിട്ട്, ഇപ്പൊ ടിക്ടോക്കുള്ള സമയത്താണെന്ന് തന്നെ വെച്ചോ, നിങ്ങളോട് ഒരാൾ വന്നിട്ട് കൂടെ കിടക്കുവോ, കിടക്കാൻ എത്ര പൈസയാവും, അല്ലെങ്കിൽ വീട്ടിലുള്ള ബാക്കിയുള്ളവരെ കൂടെ കിടക്കാൻ വിടുവോ, പൈസ ഞാൻ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? പോട്ടെ വിട്ടേക്കാം എന്ന് വിചാരിക്കൂ? ഞാൻ അങ്ങനെ വിചാരിക്കില്ല ചേച്ചി. അതല്ലാതെ നിങ്ങൾ ഇന്നോവിയേഴ്സിന്റെ സൈസ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അത് തയ്പ്പിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നിങ്ങൾ എന്താ പറയാ? ഓനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവോ? എന്നെ കൊണ്ടത് പറ്റില്ല. ഞാൻ നല്ല 4 പറയും തന്നെ ചെയ്യും. എനിക്ക് നാവും എനിക്ക് കുറച്ച് സൗണ്ടും തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കുറച്ച് കറേജും തന്നിട്ടുള്ളത് പ്രതികരിക്കാൻ തന്നെയാണ്. ആ പ്രതികരിക്കാൻ തീരുമാനിച്ചത് തന്നെയാണ് തുനിഞ്ഞിറങ്ങിയതും. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ട് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? കേട്ടിരിക്കോ? ഞാൻ കേട്ടിരിക്കില്ല ചേച്ചി. വെരി സോറി. എന്നെ കുറിച്ചിട്ട് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കേട്ടിരിക്കും. ഞാൻ മാപ്പ് വരെ ഞാൻ പറയും. എനിക്ക് വിഷയമുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ ചെറുതാവാനും പോകുന്നില്ല. പക്ഷെ എന്നെ കുറിച്ച് ഇല്ലാത്തതും തോന്നിയവാസങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ടിക്ടോക്ക് ഉള്ള കാലത്തല്ല, എന്നെ വളരെ ചെറുതിലെ അറിയുന്ന ആൾക്കാരാണ് എന്റെ നാട്ടുകാർ. ആ നാട്ടുകാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ ടിക്ടോക്ക് സോഷ്യൽ മീഡിയയിൽ അല്ലാണ്ടും ഞാൻ ഇങ്ങനെ തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് എവിടെയാണെന്നുണ്ടെങ്കിലും ഞാൻ പറയും. സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങൾ പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ചേച്ചിയോടുള്ള ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഒരാളെ ഇന്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് എന്നെ കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് തെറോലി ചെക്ക് ചെയ്തിട്ട് മാത്രം എന്നെ കുറിച്ച് സംസാരിക്കുക. അഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങളോട് എനിക്ക് ഒരു വിഷയവുമില്ല. എനിക്ക് ഇതിൽ പറയാനുള്ളതും ജാൻബെല്ലിൽ തന്നെയാണ്. ഈ ജാൻബെല്ലിന് വളരെ കൃത്യമായിട്ട് അറിയാം എന്താണ് അവിടെ സംഭവിച്ചത്. എന്നിട്ട് കിണിച്ചാണ്ടിരിക്കുന്ന അവിടെ എന്താണെന്ന് പറയുന്നില്ല. ഇവനൊന്നും പറയണ്ട. ഇവന് ഇങ്ങനെയാണ് പറയാം. ഇപ്പൊ ഈ ശാരിക എന്ന് പറയുന്ന വ്യക്തിയോട് ജാൻബെല്ലിന് എന്ത് പറയാം? ഇങ്ങനെയാണ്, ഞാൻ സോറി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ല ഞാൻ സോറി ചോദിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ വയ്യ ഓൺലൈൻ മീഡിയാസ് വന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ സോറി പറഞ്ഞിട്ടില്ല, വെറുതെ ഞാൻ സോറി പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു. അപ്പൊ ആ കുട്ടി തെളിവ് വെച്ചു. അത് നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടില്ലേ?
പിന്നെ ഇന്റർവ്യൂവിന് വിളിക്കുന്ന ആൾക്കാരോടും കൂടിയാണ് പറയുന്നത്. ഒരാളെ ഇന്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോംവർക്ക് ചെയ്യാം. അല്ല ഇനിയിപ്പം നിങ്ങളെന്താ ചിലപ്പോൾ ഇനി ഹെല്ലോ സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ച് കിട്ടുന്നുണ്ടോ? ഉണ്ടോ ഗൈസ് പറയൂ, ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ശാരികേച്ചിനോടാണ് നിങ്ങൾക്ക് എന്നാ ഓക്കെ, നിങ്ങൾ മര്യാദനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ പിന്നെ പേഴ്സണലി ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്നോട് ചോദിക്കായിരുന്നില്ലേ ഇന്റർവ്യൂവിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ? ഹലോ ഒരു മെസ്സേജ് അയച്ചു ചോദിക്കായിരുന്നില്ലേ? ഹെല്ലോ സ്പാട്ടെ, മോളെ, സുന്ദരിയായ കുട്ടി, എന്തിനാണ് അങ്ങനെ ചെയ്തത്? എന്തിനാണ് ജാൻബെലിനെ ചീത്ത വിളിച്ചത്? ചീത്ത വിളിച്ചിട്ടില്ല ഞാൻ. എന്തിനാണ് ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്? എന്റെ തന്നെ യു ഡിസേർവ് ഇറ്റ് ജാൻബെൽ. എന്തിനാണ് അങ്ങനെ ജാൻബെലിനെ കുറിച്ച് പറഞ്ഞതെന്ന് ചോദിച്ചിരുന്നത് ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നേനെ എന്തിനാണ് എന്നുള്ളത്. നിങ്ങൾ ചോദിച്ചിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് എന്നെ മര്യാദ പഠിപ്പിക്കുന്നത്? ഒന്ന് എന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കണം ദയവ് ചെയ്തിട്ട്. ഞാൻ ആരെയും അങ്ങോട്ട് പോയിട്ട് ചീത്ത വിളിച്ചിട്ടില്ല. ഞാൻ ആരെ കുറിച്ചിട്ടും ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടില്ല. എന്നെ ഇങ്ങോട്ട് അനാവശ്യം പറയുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഈ പറയുന്ന പോലെ സെക്ഷൽ ഫ്രസ്ട്രേഷനുള്ള ആൾക്കാരെ ഒന്ന് ഒതുക്കി കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ കള്ളത്തരം പറയുന്ന ആൾക്കാരെ തെളിവ് സഹിതം വെച്ചിട്ട് സൈഡാക്കി കൊടുക്കുന്നു. സിമ്പിൾ. ജാൻബെലിനോടാണ് ഞാൻ മുന്നേയും പറയാറുണ്ട്, അനാവശ്യമായിട്ട് ഇന്റർവ്യൂസിലൊക്കെ എന്റെ പേര് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊണക്കാനോ കിണിക്കാനോ പോവരുത്. വീണ്ടും ഞാൻ ഇങ്ങനെ നാറ്റിക്കും. ഞാനായി എന്റെ വഴിക്കായി എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നതാണ്. അനാവശ്യമായിട്ടുള്ള ഇന്റർവ്യൂസിൽ എന്റെ പേര് വലിച്ചിടരുത്. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ തന്നെ എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് അടിക്കുക. അതല്ലാത്ത പക്ഷം ഇങ്ങനെയൊക്കെ കിട്ടും. ശാരികേച്ചിനോടും കൂടിയിട്ടാണ് ഒരാളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നതിന് മുന്നേ എന്താണ് ഏതാണെന്നൊക്കെ പഠിക്കുക. എന്തായാലും എന്നെ സുന്ദരിയാണ്. ഞാൻ ഇതിട്ടാലോ? ലൈലേ ബൈ.